മനുഷ്യരും അവരുടെയുള്ള കലാ താല്പര്യമുള്ള കുട്ടികളും ഒക്കെ ഉണ്ട് എന്നുള്ളത്. നമ്മളൊപ്പം കുറച്ച് കുട്ടികളുണ്ട്. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, കുട്ടികൾ തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പോൾ ഇവര് നിങ്ങളെ ഈ നവരാത്രി ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ വരുന്ന സമയത്ത് ഒരു ഇൻഹിബിഷനും ഇല്ലാതെ ഫ്രീ ആയിട്ട് ആഘോഷിക്കും അല്ലേ? നിങ്ങളുടെ ഒരു അല്ലേ മൊത്തത്തില് എല്ലാരും ഭയങ്കര ആഘോഷം, ഭയങ്കര ഇതിനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഇതിനോട് ഭയങ്കര ഹാപ്പി ആയിരിക്കും എല്ലാവരും അല്ലേ? മാത്രമല്ല ഇവരുടെ ഒരു പാട്ടും താളബോധവും ഈ ഗ്രാമത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. അപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടോണ്ട് ബാക്കി കാര്യങ്ങൾ വർത്താനം പറയാം അല്ലേ? അപ്പോൾ പാടാലോ? ആരെ ലീഡ് ചെയ്യുന്നത്? എല്ലാവരും ഒരുമിച്ച്. ശരി, മൈക്ക് പിടിച്ചോ. റെഡി? കൊടുന്തിരപ്പള്ളിയുടെ പാട്ട്. കരുണൈ വരണമീശ്വരി അംബ ഗദിനീദാനമരനുദേ ശുഭചരിതേ അപരിചിതയേ കരുണൈ 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 ഒരു തരം പാരെണ്ണൈ ഉനത് ദാസനെന്നൈ ഒരു തരം പാരെണ്ണൈ ഉനത് ദാസനെന്നൈ പരമ കരുണൈ ചേരും ബാലനെന്നെ കാരും പരമ കരുണൈ ചേരും ബാലനെന്നെ കാരും കരുണൈ വരണമീശ്വരി അംബ ഗദിനീദാനമരനുദേ ശുഭചരിതേ അപരിചിതയേ കരുണൈ കരുണൈ കരുണൈ. നോക്കൂ, ഈ ഗ്രാമത്തിൽ ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ, നവരാത്രി ആഘോഷം നടക്കുന്ന സമയത്ത് ഇവരെയൊക്കെ കണ്ടു ഇവർ വേറൊരു ആഘോഷത്തിന് മുകളിലായിരിക്കും. അപ്പം കൂട്ടുകാരെയൊക്കെ നിങ്ങൾ വിളിച്ചുകൊണ്ട് വരില്ലേ ഈ സമയത്ത്? നവരാത്രി സമയത്ത് കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും. അവർ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരാളും ഒരാളെ ശല്യപ്പെടുത്തത്തുമില്ല അല്ലേ? അത്ര ഫ്രീ അല്ലേ നിങ്ങൾ ഈ ഗ്രാമത്തിൽ നിൽക്കുന്ന സമയത്ത്? നിങ്ങൾ പാട്ടൊക്കെ പഠിച്ചവരാണോ എല്ലാവരും? നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? പ്ലസ് ടു കഴിഞ്ഞു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഡിഗ്രി സെക്കൻഡ് ഇയർ. പ്ലസ് ടു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഈ ഗ്രാമത്തിലുള്ളവരാണോ തൊട്ടപ്പുറത്തുള്ളവരുണ്ടോ? എല്ലാവരും ഈ ഗ്രാമത്തിലുള്ളവരാണ് അല്ലേ? അപ്പം ഇവരുടെ പ്രകടനത്തെക്കാൾ മെച്ചപ്പെട്ടൊരു പ്രകടനം സീനിയർ സിറ്റിസൺസ്, ചുമ്മാ പറഞ്ഞ സീനിയർ ഒന്നും അല്ല കേട്ടോ, സീനിയർ സിറ്റിസൺസ് അതുമല്ല. അപ്പോൾ ഈ സീനിയർ കുട്ടികൾ അതാണ്. ഇവർ കുട്ടികളാണെങ്കിൽ ഇത് സീനിയർ കുട്ടികളുടെ പ്രകടനം കൂടി നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ നിങ്ങളെ എനിക്കൊരു സംശയമുള്ളത്, നേരത്തെ നമ്മൾ ടീച്ചറോട് ചോദിച്ചതാണ്, ഈ ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്ന ഒരു രീതിയുണ്ട് അല്ലേ? ഇപ്പോഴും ഉണ്ടോ അങ്ങനെ? ആണോ? അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്? ഇല്ല. അങ്ങനെ 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 പറഞ്ഞു വെക്കലുണ്ടോ ഇവിടെ പൊതുവെ? അങ്ങനെയൊന്നും ഇല്ല. ചിലവരൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോയി കഴിക്കുന്നതിന് വിലക്കൊന്നുമില്ല അല്ലേ? പക്ഷെ എന്നാലും അതൊരു ഇതാണ്. പക്ഷെ ഊരുവിലക്കൊന്നും ഉണ്ടാവൂല, അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. പക്ഷെ പരമാവധി ആളുകൾ ഇതിനുള്ളിൽ തന്നെ വിവാഹം കഴിക്കാനായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു ഗ്രാമത്തിൻ്റെ ഒരു ശൈലിയാണ്. അതെ, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? നന്നായി പോണു. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് അത്രമാത്രം ഈ ആഘോഷ പരിപാടികളിൽ താളബോധത്തോടു കൂടി പങ്കെടുക്കുന്ന ഒരു സമൂഹമാണ് എന്നതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. എല്ലാവരും പാട്ടൊക്കെ പഠിച്ചവരാണ് ഇരിക്കുന്നത്? പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ഗ്രാമത്തിൽ അങ്ങനെ പഠിക്കണം മിക്കവാറും കുട്ടികളെല്ലാം പാട്ട് പഠിക്കുന്നുണ്ടാവും അല്ലേ? എവിടെയെങ്കിലും ഒക്കെ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് സീനിയർ കുട്ടികളുടെ ഒരു കലാപരിപാടി കാണാം. ജൂനിയർ കുട്ടികൾ ഗംഭീരാക്കി, സീനിയർ കുട്ടികൾ അതിഗംഭീരമാക്കുമോ എന്ന് നമുക്കൊന്നറിയാം. ഓക്കെ, അപ്പോ ഈ ഗ്രാമത്തിലെ നമ്മുടെ അയ്യപ്പനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്ന് പേരൊന്ന് പരിചയപ്പെടുത്താമോ? പേര്? സൂര്യ. സ്വപ്ന. ലാവണ്യ. പാർവതി. ഓക്കെ. അയ്യപ്പ സന്നിധി ആനന്ദ നിർവൃതി അഖിലരും വണങ്ങുമീ ശാസ്താദയാനിധി നെറുങ്കൈത കോട്ടയിൽ നിറദീപം തെളിയുമ്പോൾ കൊടുന്തിരപ്പുള്ളിയിൽ പുഷ്പാർച്ചന. അയ്യപ്പ സന്നിധി ആനന്ദ നിർവൃതി അഖിലരും വണങ്ങുമീ ശാസ്താദയാനിധി. കൂടയിലെഴുന്നള്ളി വന്ന എൻ ദേവൻ കൊടുന്തിരപ്പുള്ളിതന്നാഥൻ. കൂടയിലെഴുന്നള്ളി വന്ന എൻ ദേവൻ കൊടുന്തിരപ്പുള്ളിതന്നാഥൻ. മനമുരുകി നിന്നു പ്രാർത്ഥിച്ചവർക്കെല്ലാം വരമരുളും ഇഷ്ടദേവൻ. അയ്യപ്പൻ വരമരുളും ഇഷ്ടദേവൻ. മനമുരുകി നിന്നു പ്രാർത്ഥിച്ചവർ
നമുക്കെല്ലാം വരമരുളും ഇഷ്ടദേവൻ അയ്യപ്പൻ വരമരുളും ഇഷ്ടദേവൻ അയ്യപ്പ സന്നിധി ആനന്ദ നിർവൃതി അഖിലരും വണങ്ങുമി ശാസ്താദയാനിധി. വാ, ഗംഭീരം. ഇന്നത്തെ ദിവസം രാവിലെ 7 മണിക്ക് ഇങ്ങോട്ട് വന്ന് ഈ പാട്ട് കേട്ടിട്ട് തുടങ്ങണമായിരുന്നു അല്ലേ? അപ്പോൾ ഈ പാട്ട് എഴുതിയത് ഒരാളാണല്ലോ. ആരാണ് എഴുതിയത്? മൂർത്തി ചേട്ടനാണ്. അത് ശരി. ചേട്ടാ, ഈ പാട്ട് എഴുതിയ ചേട്ടനാണ്. കൊടുത്തിരി പുള്ളിയുടെ പാട്ടായിട്ട് മാറിയല്ലോ. പുള്ളിക്ക് വേണ്ടി പാട്ട് എഴുതിയാൽ മനസ്സിൽ തോന്നിയത്. എഴുതിയിട്ടുണ്ടോ ഇങ്ങനെ പാട്ടുകൾ? അതുകൊണ്ട് താളബോധം എഴുതുന്നവര്, പാട്ട് എഴുതുന്നവര് ഒക്കെ ഉണ്ട് ഈ ഗ്രാമത്തില് അല്ലേ? ഈ ഗ്രാമത്തിൽ ഇപ്പൊ എത്ര വർഷം പഴക്കമുണ്ടാവും മൂർത്തി ചേട്ടാ? ഇതൊരു 400 വർഷം. 400 വർഷം പഴക്കം. പല വീടുകളും അത്രയും വർഷം പഴക്കമുള്ള വീടാണോ? പല വീടുകളുണ്ടാവും. ചിലതൊക്കെ റിപ്പയർ കഴിഞ്ഞതാണ്, ചിലത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കാണാൻ കഴിയും റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഇത് കോൺക്രീറ്റ് ഒന്നും ആക്കുന്നില്ല. പണ്ട് കൽപ്പാത്തി പോയ കോൺക്രീറ്റ് ആക്കുന്നുണ്ട്. ആക്കുന്നുണ്ട് ഇപ്പൊ.